ഗൈസ് വെൽക്കം ബാക്ക് ടു NKL Edgy. സോ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു കിഡിലൻ ഒരു റൊട്ടേഷനാണ്. അതായത് AMV എഡിറ്റ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ എഡിറ്റ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ട്രാൻസിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ നള്ളി യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്ത് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ദെൻ ഞാൻ 16:9 റേഷ്യോ ആണ് എടുക്കുന്നത്. ദെൻ ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുത്തു. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിലേക്ക് വന്ന ശേഷം എന്ത് ചെയ്യുക, നമ്മൾ 2 ഫോട്ടോസാണ് ഇതിനായിട്ട് എടുക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെയും അനിമേ ക്ലിപ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിജയുടെ 2 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ദെൻ ഞാൻ ഇവിടെ ആയിട്ട് വന്നിട്ട് ക്ലിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു രീതിക്ക് നമ്മൾ ക്ലിപ്പ് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ദെൻ ഈ ഒരു ക്ലിപ്പിൻ്റെ സെൻറ്ററിലായി വന്ന് ഇതേപോലെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ദെൻ ഒബ്ജക്റ്റിൽ വന്ന് നൾ ഒബ്ജക്റ്റ് ആഡ് ചെയ്യുക. സെൻറ്ററിലായി വന്ന് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ശേഷം ഇതേപോലെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. ദെൻ നള്ളിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അതായത് 3 നൾ ലെയർ വേണം നമുക്ക്. ഒരു ഫോട്ടോക്ക് 3 നൾ ലെയർ. അതേപോലെ തന്നെ ഇതും അതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ നമ്മൾ എല്ലാ ലെയറും അങ്ങോട്ടും ഇങ്ങോട്ടും പാരൻ്റ് ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റത്തെ ലെയർ വിജയുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ വരാം, നള്ള് 1 പെയർ ചെയ്യുക. ദെൻ നള്ള് 1 സെലക്ട് ചെയ്യുക. അത് നൾ 1 കോപ്പി ആയിട്ട് പാരൻ്റ് ചെയ്യുക. ദെൻ നൾ 1 കോപ്പി സെലക്ട് ചെയ്ത് നൾ 1 കോപ്പി 2 ആയി പാരൻ്റ് ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും. നമ്മൾ എല്ലാ ലെയറും അതിൻ്റെ മുകളിലുള്ള നള്ളായിട്ട് പാരൻ്റ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ട്രാൻസിഷൻ കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നള്ള് 1 സെലക്ട് ചെയ്യുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലേക്ക് വരിക. അതിൽ നമ്മൾ സ്കെയിൽ ടൂൾ എടുക്കുക. ദെൻ ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലായിട്ടൊരു കീ ഫ്രെയിം. ഫസ്റ്റിലെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ പറഞ്ഞാൽ നമ്മൾ നന്നായി ഒന്ന് സൂം ചെയ്ത് കൊടുക്കുക. ദെൻ 2 കീ ഫ്രെയിംസും 2 അറ്റത്തായിട്ട്, അതായത് ഫസ്റ്റിലും എൻഡിലുമായി സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു കർവ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ ആ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, ഇത്രയും മാത്രമേ നമ്മൾ ഫസ്റ്റ് നള്ളിൽ ചെയ്യേണ്ടൂ. ദെൻ നമ്മൾ രണ്ടാമത്തെ നള്ളിലേക്ക് വരിക. മൂവ് ആൻഡ് ട്രാൻസ്ഫോമിൽ സ്കെയിൽ ടൂളിലേക്ക് തന്നെയാണ് വരേണ്ടത്. ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. അപ്പോൾ ഈ എൻഡിൽ നള്ള് 2 വന്ന, അതായത് നമ്മൾ രണ്ടാമത്തെ ലെയറിൽ ഫസ്റ്റിലും എൻഡിലും കീ ഫ്രെയിം ആഡ് ചെയ്ത ശേഷം നമ്മൾ രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമ്മൾ സൂം ചെയ്ത് കൊടുക്കാം. ദെൻ ഇതേപോലെ ഫസ്റ്റിലും എൻഡിലായിട്ട് ആ ഒരു കീ ഫ്രെയിം സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത ആ ഒരു കർവ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ദെൻ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മൾ രണ്ടാമത്തെ നള്ളിൽ, അതായത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നള്ള് 1 കോപ്പി 2, അതായത് ഏറ്റവും മുകളിലുള്ള ആ ഒരു നള്ള് സെലക്ട് ചെയ്യുക. ദെൻ റൊട്ടേഷനിൽ വരിക. ദെൻ സെൻറ്ററിലായിട്ടൊരു കീ ഫ്രെയിം, ഫസ്റ്റ് ഒരു കീ ഫ്രെയിം, എൻഡിലൊരു കീ ഫ്രെയിം. ഈ ഒരു രീതിക്ക് 3 കീ ഫ്രെയിംസാണ് ആഡ് ചെയ്യുന്നത്. ഇതിലൊന്ന് ഫസ്റ്റ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒന്ന് -15ലേക്ക് സെറ്റ് ചെയ്യുക, -15. ദെൻ ഈ ഒരു രീതിക്ക് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെ എൻഡിലായിട്ടുള്ളതിൻ്റെ വാല്യൂ -15 തന്നെയാണ്. -15ലേക്ക് കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതേപോലെ സെറ്റ് ചെയ്യുക. ദെൻ അതിൽ നമുക്കൊരു കർവ് അപ്ലൈ ചെയ്യണം. അപ്പോൾ കർവ് എന്ന് പറഞ്ഞതാ ഈ മൂന്നാമത്തെ കർവ് കൊടുക്കുക. ദെൻ ഈ ഒരു പോർഷൻ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കുക. ദെൻ ആ ഒരു കർവ് നമ്മൾ കോപ്പി ചെയ്തെടുത്ത ശേഷം ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുക. ദെൻ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു കർവാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ദെൻ ബാക്ക് വരിക. നമ്മൾ എന്ത് ചെയ്യുക, വിജയുടെ ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. എഫക്ട്സിൽ വരിക, ആഡ് എഫക്ട്സിൽ വരിക, ടൈൽസ് എഫക്റ്റ് എനേബിൾ ചെയ്യുക. ദെൻ മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ അടുത്തതായി മോഷൻ ബ്ലർ ആഡ് ചെയ്യുക. ദെൻ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. 2 ലെയർ മോഷൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് ഇനി നിങ്ങൾക്ക് മോഷൻ ബ്ലറിൻ്റെ വാല്യൂ മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലുള്ള ക്ലിപ്പ് മൊത്തമായിട്ട് ഓഫ് ചെയ്തിടുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ലാഗ് കുറഞ്ഞ് കിട്ടുമെന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് ലാഗ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ലേസൊക്കെ ഓഫാക്കിയിട്ട് അടുത്തതിലേക്ക് വന്നിട്ട് നൾ 1 സെലക്ട് ചെയ്യുകയാണ്. നൾ 1 സെലക്ട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഫസ്റ്റത്തെ നള്ള് സെലക്ട് ചെയ്യുക. ഇതേപോലെ 2 കീ ഫ്രെയിംസ് തന്നെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. ഇവിടെ വന്ന് ഫസ്റ്റത്തെ കീ ഫ്രെയിം നള്ള് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് കീ ഫ്രെയിം വന്ന് സൂം ഔട്ട് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ നേരത്തെ കൊടുത്ത ആ ഒരു സെയിം കർവ് തന്നെ ഇവിടെ കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ആ ഒരു കർവ് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സെയിം കർവ് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ദെൻ നമ്മൾ രണ്ടാമത്തെ നള്ളിലേക്ക് വരിക. അവിടെയും സൂമിൽ തന്നെയാണ് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ എൻഡിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, 0 ആക്കി കൊടുക്കുക ഇതേപോലെ. ദെൻ
ഫസ്റ്റിലും എൻഡിലായി സെറ്റ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത സെയിം കർവ് പേസ്റ്റ് ചെയ്യുക, ദെൻ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ സൂം കൊടുത്തു, അവിടെ നമ്മളിപ്പം സൂം ഔട്ട് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ നൾ 1 കോപ്പിയിലേക്ക് വരിക. ഇവിടെ വന്ന് നമ്മൾ ഫസ്റ്റ് സെൻറ്ററിൽ എൻഡിൽ ഇതേപോലെ 3 കീ ഫ്രെയിംസ് ആഡ് ചെയ്യുക. ഇത് വന്ന് +15 സെറ്റ് ചെയ്യുക, ദെൻ ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്യുക. ഇതും അതേപോലെ +15 സെറ്റ് ചെയ്ത ശേഷം എൻഡിലായി സെറ്റ് ചെയ്യുക. ദെൻ ഇവിടെയും നമ്മൾ നേരത്തെ റൊട്ടേഷൻ കൊടുത്ത ആ ഒരു കർവ് തന്നെ വേണം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ആ ഒരു കർവ് കോപ്പി ചെയ്യാണ്. ദെൻ ഇവിടെ വന്ന് നമ്മൾ ആ ഒരു കർവ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിക്ക് പേസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് ഈ ഒരു കർവാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഈ ഒരു കർവും, അതായത് ഈ ഒരു കർവ് റൊട്ടേറ്റ് ചെയ്തതാണ് ഈ ഒരു കർവ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു കംപ്ലീറ്റ് എഫക്റ്റ് കോപ്പി ചെയ്യുക, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഓഫാക്കിയിട്ടുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ട്രാൻസിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും മൂവ്മെൻറ്റും കാര്യങ്ങളും, അതായത് സൈഡിൽ നിന്ന് വരുന്ന രീതിക്ക് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മുടെ ഈ ഒരു മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ആ ഒരു രീതിക്കും കൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത്ര സിമ്പിളായിട്ടാണ് നമ്മൾ ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതേപോലുള്ള വീഡിയോസിലേക്കാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.